കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. എല്ലാ മതസ്ഥരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും മുൻപോട്ട് പോകുന്ന സുന്ദരമായ നാട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തങ്ങളുടെ ദൈവവിശ്വാസമാണ് ശരിയെന്നും മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ മോശമാണെന്നുമൊക്കെ പരസ്യമായി അവഹേളിച്ചുകൊണ്ട് ഒരു കൂട്ടർ, ചില മതപണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്നവർ, അവർ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ആദ്യമൊന്നും ആരും പ്രതികരിച്ചില്ല. എന്നാൽ മറ്റ് മതങ്ങളിലുള്ള ചില വ്യക്തികൾ അവർ വിവിധ മതഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിക്കുകയും ചെറുത്തു നിൽക്കുകയും പ്രതിരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ചില ചോദ്യങ്ങളൊക്കെ തിരിച്ച് ചോദിക്കാനും തുടങ്ങിയപ്പോൾ അതപ്പോൾ വർഗീയതയായി, സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുവാനുള്ള ആഹ്വാനമായി, അങ്ങനെയൊക്കെ ചിലർ അതിനെ ചിത്രീകരിക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് മണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ഫാദർ ആൻ്റണി തറയ്ക്കടവിൽ എന്ന വൈദികൻ വിശുദ്ധ കുർബാന മധ്യേ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ചിലർ വിവാദമാക്കുകയാണ്. കത്തോലിക്ക സഭാ നേതൃത്വം ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഒരു പരസ്പരമുള്ള ഒരു ധാരണ വഴി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും ചിലർ ഈ പ്രശ്നത്തെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയും പോലീസ് കേസ് ആവുകയും ചെയ്തു. ഈ വിഷയം ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ദൈവത്തിൻ്റെ പേരിൽ കലഹിക്കുന്ന മനുഷ്യരെ കണ്ട് വാസ്തവത്തിൽ ദൈവം കരയുന്നു. ആരുണ്ട് ദൈവത്തിൻ്റെ കണ്ണീരൊപ്പാൻ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, KCBCയുടെ മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി, ഫാദർ ജോൺസൺ തേക്കടയിൽ, എക്ലേസിയ യുണൈറ്റഡ് ഫോറം ചെയർമാൻ, ശ്രീ സന്ദീപ് വചസ്പതി, BJP സംസ്ഥാന വക്താവ്, ശ്രീ കെവിൻ പേറ്റർ, അദ്ദേഹം ചർച്ചയിൽ ഇടയ്ക്ക് ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, കാസയുടെ സംസ്ഥാന പ്രസിഡൻറ്റ്. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, അങ്ങയുടെ സഭയിൽ തന്നെ പെട്ട ആൻ്റണി തറയ്ക്കാട്ടിൽ അച്ഛൻ നടത്തിയ ഈ പരാമർശത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്നാമതായിട്ട് തന്നെ ഞാൻ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്, ഇപ്പോൾ ആന്റണി തറയ്ക്കടവിൽ അച്ഛന് അങ്ങനെ ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അദ്ദേഹം അഗാധമായി ബൈബിൾ പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനായ പുരോഹിതനാണ്. വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തെ അടുത്തറിയാം. ഞങ്ങൾ സഹപ്രവർത്തകരായി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വൈദികന് കുർബാന മധ്യത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം അദ്ദേഹത്തിന്റെ വിശ്വാസികൾ ജീവിക്കുന്ന ആ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഏതെങ്കിലും കാര്യങ്ങളിൽ, അവർക്കുള്ള പ്രയാസങ്ങളിൽ എങ്ങനെ അതിനെ നോക്കിക്കാണണം എന്നതിനെ സംബന്ധിച്ച ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണയായി കത്തോലിക്ക സഭയിൽ നിന്ന് ഇത്തരം വിഷയങ്ങളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഒഴിച്ചാൽ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകാറില്ലായിരുന്നു ഈ അടുത്ത കാലം വരെ. എന്നാൽ സമീപകാലത്തെ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ചില കാര്യങ്ങളോട് പ്രതികരിക്കാതെ മുന്നോട്ട് പോവുക പ്രയാസമാണ്. കാരണം സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസബോധ്യങ്ങളെ ചോദ്യം ചെയ്യുകയും സഭയെ തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ ബോധപൂർവമുള്ള നീക്കങ്ങൾ ചില ഭാഗത്തു നിന്ന് എങ്കിലും ഉണ്ടാവുകയും ചില പ്രത്യേക താല്പര്യങ്ങൾ സഭയ്ക്ക് ഉള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ചില സാഹചര്യങ്ങൾ ഒക്കെ മുതലാക്കി സഭയെ സമൂഹത്തിന്റെ മുമ്പിൽ
വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും മറ്റ് അതുപോലെയുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് സഭയ്ക്കുള്ളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ചില സമീപകാല സംഭവങ്ങൾ ആണ് ഈ സമൂഹത്തിലെ ചില വിഷയങ്ങളോട് പ്രതികരിക്കാൻ ഇപ്പോൾ സഭയിൽ നിന്ന് പല പുരോഹിതരെയും അതുപോലെ ആത്മായ നേതാക്കളെയും ഒക്കെ പ്രേരിപ്പിക്കുന്ന വസ്തുത. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വസ്തുതകൾ യഥാർത്ഥത്തിൽ ഓരോന്നെടുത്തു നോക്കിയാൽ ഈ സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇനി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിന്റെ ഇടവകയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ്. അതും ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെയോ രീതിയെയോ പറ്റിയല്ല ഞാൻ പറയുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് അവിടെ അങ്ങനെ വേണമായിരുന്നോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വിശ്വാസികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു, അവിടുത്തെ സാമൂഹ്യ സാഹചര്യം എന്താണെന്ന് അടുത്തറിയുന്നതാണ്. അതപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അത്തരം സാഹചര്യങ്ങളെ സംബന്ധിച്ച്, വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ വിശ്വാസികളെ ബോധവൽക്കരിക്കേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. എന്നാൽ അദ്ദേഹം പറയുന്ന രീതി അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ, അതിലൊക്കെ ഒരുപക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും ചില കുഴപ്പങ്ങൾ ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കുമായിരിക്കും. അതിലേക്ക് അച്ഛനെ നയിക്കാനിടയായ ആ സാഹചര്യത്തിലേക്ക് ചില നാടൻ രീതികൾ പോലെ സാഹചര്യങ്ങളുണ്ട്. ഈ ആന്റണി തറേക്കാട്ടിൽ അച്ഛൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താനുള്ള സാഹചര്യം വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിൽ എന്താണുള്ളത്, അങ്ങ് ഒന്ന് വിശദീകരിക്കാമോ? പള്ളിക്കാട്ടച്ചൻ വളരെ വളരെ മൃദുവായിട്ടുള്ള ഒരു സമീപനത്തിലാണ് സംസാരിച്ചത്. അതല്ല അതിന്റെ വാസ്തവികത. അതിന്റെ വാസ്തവികത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലവിൽ നിൽക്കുന്ന ഒരു സാമുദായിക സംഘർഷം ഉള്ളിലുണ്ട്. അതില്ല എന്ന് നമുക്ക് പറഞ്ഞ് ഇങ്ങനെ പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഴത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇത് ആവശ്യമാണെന്നുള്ളത് അതിന്റെ ചില ആളുകൾ തന്നെ, പ്രത്യേകിച്ച് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഇരുന്ന് സംസാരിക്കേണ്ടുന്ന വിഷയങ്ങളാണെന്നുള്ളത്. അപ്പൊ ഇന്ന് ഷെക്കിന TV വിഷയം എടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇവിടെ വേട്ടക്കാരൻ ഇരയുടെ പരിഭവം പോലെ നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? വേട്ടക്കാരന്റെ സ്ഥാനത്ത് നിൽക്കുന്നവർ ഇരവാദം ഉന്നയിക്കുകയാണ്. ശരിക്കും വേട്ടക്കാരൻ ആരാണ്? ആ ഒരു സമൂഹം ക്രിസ്തീയ സമൂഹത്തെ വളരെയധികം പല വിധത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഞാനൊരു ശവസംസ്കാരം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. എറണാകുളം ജില്ലയിൽ നിന്നാണ്. പേര് പറയരുതെന്ന് അവർ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പേര് പറയുന്നില്ല. ആ എക്സാക്ട് സ്ഥലവും ഞാൻ പറയുന്നില്ല. എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി, 21 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായി. ആ ആത്മഹത്യയുടെ കാരണം ഒരു ജിഹാദി പ്രേമമാണ് സംഭവിച്ചത്. ജിഹാദി പ്രേമം. ഞാനിത് ലവ് ജിഹാദ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വേറൊരു ടെർമിനോളജി ആയിട്ട് കാണണ്ട. പ്രേമം എന്ന് പറയാം. അപ്പൊ മലയാളമാണല്ലോ. ജിഹാദി പ്രേമമാണ്. 17 വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടിയെ ഒരു പയ്യൻ പ്രേമിക്കാൻ ആരംഭിച്ചു. ഇത് പിതാവ് അറിഞ്ഞുകൊണ്ട് ആ പയ്യനോട് ചോദിച്ചു, നീ ഇവളെ വിവാഹം കഴിക്കുമോ? പ്രായപൂർത്തിയാകുമ്പോൾ ഇവളെ വിവാഹം കഴിക്കുമോ? ആ പയ്യന്റെ വീട്ടിൽ ചെന്ന് അതിന്റെ ഉമ്മയോട് ചോദിച്ചു. അന്നേരം അവരെല്ലാം നിരസിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി പേരൻസ് പറഞ്ഞത് വിശ്വസിച്ചില്ല. അവളൊരു ക്രൈസ്തവ പെൺകുട്ടിയാണ്. അവൾ വിശ്വസിച്ചില്ല. ഈ അടുത്ത സമയത്താണ് അവൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അവൾക്ക് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു അവൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദുരന്തത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പോകുന്നു എന്നുള്ളത് കുറെ നാളുകളായിട്ട് നമ്മുടെ ആളുകൾ പറയുന്നുണ്ട്. നമ്മുടെ പേരൻസ് പറയുന്നുണ്ട്. അച്ഛന്മാര് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? അച്ഛന്മാരല്ലാതെ ആരാണിത് പറയുക? ഇപ്പൊ എന്റെ ഇടവകയിലുള്ള ജനത്തോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ട് അടുത്തൊരു ചോദ്യം കൂടെ ഉന്നയിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് ഉത്തരം ഞാൻ നേരത്തെ തന്നെ പറയാം. എന്തുകൊണ്ട് ഞാൻ ഇത് പഠിപ്പിക്കണം? അല്ലെങ്കിൽ ആന്റണി തറേക്കടവിൽ അച്ഛൻ പഠിപ്പിക്കണം, വള്ളിക്കാട്ടിൽ അച്ഛൻ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ പുരോഹിത വർഗം, ക്രൈസ്തവ പുരോഹിത കേരളത്തിൽ ഇങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ അച്ഛനോട് ആദ്യമേ തന്നെ ചോദിക്കുന്നത്. ഓക്കെ, അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ പേരൻസ് വളരെയധികം പ്രഷറൈസ്ഡ് ആണ്. അവർ വളരെയധികം
ഒരു വല്ലാത്ത വ്യാധിയിൽ കൂടെ കടന്നു പോവുകയാണ്, മാനസിക സംഘർഷത്തിലൂടെ. കാരണം ഈ കുട്ടികളോട് ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഇന്ന് ആ പാരന്റ് എന്നോട് പറഞ്ഞത്, ആ പിതാവ് എന്നോട് പറഞ്ഞ, അച്ഛൻ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം പറയണം, ഇങ്ങനെ കുട്ടികൾ ചതിയിൽ പോകുന്നുണ്ട്, എൻ്റെ മോൾക്ക് പറ്റിയ പോലുള്ള അബദ്ധങ്ങൾ പറ്റരുതെന്നുള്ളത് നിങ്ങൾ പരസ്യമായിട്ട് പ്രസംഗിക്കുകയും വേണം, എല്ലായിടത്തും ഇത് പറയണം. അപ്പൊ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്. കുറച്ചു നേരത്തെ എനിക്ക് വേറൊരു കോൾ വന്നു, തിരുവല്ല ഭാഗത്തു നിന്നാണ് വന്നത്. അവിടുന്ന് എന്നെ വിളിച്ചിട്ട് എന്നോടൊരു സുഹൃത്ത്, എനിക്ക് പരിചയമുള്ള അടുത്ത ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അച്ഛാ, നിങ്ങൾ ഇങ്ങനെ മൗനം പാലിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് സത്യം പറയുന്നതിന് എന്തിനാണ് ഭയം? ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഞാൻ പറയട്ടെ, നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവിക വെളിപ്പാട് പൂർണ്ണമായി ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ലഭിച്ചു എന്ന് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതിനുശേഷം ഒരു പ്രവാചകന്റെ അനിവാര്യത ഉണ്ടോ? ഒന്നാമത്തെ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഇന്നലെ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കിന്റെ സന്തോഷം അനുഭവിച്ച ദിവസമാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ അനുഭൂതികളും അനുഭവിക്കുന്ന എന്നോട് വന്നിട്ട് പിന്നെ ഞാൻ അടിമത്തത്തിലേക്ക് പോകണം, അടിമയാകണമെന്ന് പറയുന്നത്, ഞാനൊരു ദൈവ പൈതലായി അല്ലെങ്കിൽ ദൈവ മകനെന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് അടിമയാകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഞാൻ എൻ്റെ കുട്ടികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ തള്ളിവിടണമോ? അതോ അവരോട് പറയണമോ അത് അടിമത്തമാണ്, അത് അപകടമാണെന്ന് എൻ്റെ ആളുകളോട് ഞാൻ വിളിച്ചു പറയണമോ? തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം തന്റെ അജഗണത്തെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഉത്തരവാദിത്വമാണ്. അത് ചെയ്തില്ലെങ്കിൽ തറേക്കടവിൽ അച്ഛൻ വളരെ അപകടമാണ് ചെയ്യുന്നത്. അച്ഛനെ ഏൽപ്പിച്ച ദൗത്യമാണ് തന്റെ അജഗണത്തെ പാലിക്കുക എന്നുള്ളത്. എന്നെ ഏൽപ്പിച്ച ജനത്തെ വീഴാതെ വണ്ണം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്റേതാണ്. അതൊരു ഇടയന്റെ ധർമ്മമാണത്. അതിനെതിരെ എന്ത് കേസ് വന്നാലും എന്ത് പുലിവാല് വന്നാലും ശരി, അതിനെ എതിർക്കാനായിട്ടുള്ള ചങ്കൂറ്റം അച്ഛന്മാർ ആർജിച്ചേ പറ്റുള്ളൂ. ഇത് ഞാൻ വെല്ലുവിളിയായിട്ടല്ല, ഞാൻ അച്ഛന്മാരോട് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്, മെത്രാന്മാരോട് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. എത്ര കാലം ഈ മൗനം പറ്റും? എത്ര കാലം ഇങ്ങനെ മൗനം ദീക്ഷിച്ച് നമുക്ക് പേടിച്ചും അരണ്ടും ജീവിക്കാൻ പറ്റും? കുടുംബങ്ങളിൽ ദുരന്തമുണ്ടാകുന്നത് കാണുമ്പോൾ, അവിടെ തീ കത്തുമ്പോൾ ആ തീ അണയ്ക്കാനുള്ള ശ്രമമല്ലേ പട്ടക്കാർ ചെയ്യേണ്ടത്, പുരോഹിതന്മാർ ചെയ്യേണ്ടത്, സിസ്റ്റേഴ്സ് ചെയ്യേണ്ടത്, മെത്രാന്മാർ ചെയ്യേണ്ടത്? അത് ചെയ്യുമ്പോൾ അതിനെതിരെ ആരെങ്കിലും ഹലാൽ ഇളകിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് വളരെ കൃത്യമായിട്ട് പറയാം, അത് വളരെ കൃത്യമായിട്ട് പറയാണ്. അതിനെതിരെ ആര് ചൊടിച്ചാലും ഒരു കാര്യം ഇവിടെ നടക്കില്ല. കാരണം അത് എൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. എൻ്റെ ജനത്തെ ദൈവം എന്നെ ഏൽപ്പിച്ചാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അവരെ ശരിയായ മാർഗത്തിൽ നയിക്കാനുള്ള ഉത്തരവാദിത്വം എന്റേതാണ്, എൻ്റെ കടപ്പാടാണത്. ഞാനത് ചെയ്തേ പറ്റും. തീർച്ചയായും. ശ്രീ സന്ദീപ് വാചസ്പതി, ആന്റണി തറേക്കടവിൽ അച്ഛൻ പറഞ്ഞ വസ്തുതകൾ അത് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 17 നിന്ന് 21 ഉയർത്തുവാനുള്ള ആ നിയമം കൊണ്ടുവരികയുണ്ടായി. വാസ്തവത്തിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് 17 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തട്ടിക്കൊണ്ടു പോകുക, പിന്നെ മതം പഠിപ്പിക്കുക, 18 കയറുന്ന ആ ദിവസം തന്നെ കല്യാണം നടത്തുക, അങ്ങനെയുള്ള ആ തന്ത്രങ്ങളെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു വാസ്തവത്തിൽ ഈ ഒരു നിയമം ഗവൺമെൻറ് കൊണ്ടുവന്നത്. ശ്രീ സന്ദീപ് വാചസ്പതി. ഇല്ല, അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമാണ് അതിന്റെ പിന്നിലെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ആ നിയമം കൊണ്ടുവന്നത് ഒരു പുരോഗമന സമൂഹം ചെയ്യേണ്ട ബാധ്യതയാണ് എന്ന തരത്തിലാണ്. കാരണം സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 ആക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം 18 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ശാരീരികമായും മാനസികമായും ആ പെൺകുട്ടി ഒരു കല്യാണത്തിന് പാകമാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തി ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു പക്ഷേ ശാരീരികമായും മാനസികമായും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവർ തയ്യാറെടുത്തിട്ടുണ്ടാകാം. പക്ഷെ എങ്കിലും ആ ഒരു സ്വന്തം കാര്യം നിൽക്കാനുള്ള ശേഷി ആ പെൺകുട്ടികൾക്കില്ല. അത് തിരിച്ചറിഞ്ഞിട്ടാണ് നിർബന്ധമായും അല്ലെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തില് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയം എന്നുള്ളത് ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ എന്നുള്ളതാണ്. പെൺകുട്ടിയെ സംരക്ഷിക്കണം, പെൺകുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ പഠിച്ചു വരുന്ന ഒരു പെൺകുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വന്തം വരുമാനം നേടാൻ, അല്ലെങ്കിൽ സ്വയമായ ഒരു ഏണിങ്സ് കണ്ടെത്താനുള്ള പ്രായമാകുമ്പോഴേക്കും 21 വയസ്സാകുകയുള്ളൂ. അതിനുശേഷം സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മതി വിവാഹം
എന്നാൽ ഇപ്പൊ ആധുനിക കാലത്തെ എല്ലാ പെൺകുട്ടികളുടെയും ചിന്താഗതി അങ്ങനെയാണ്. തങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മതി കല്യാണം എന്നാണ് സ്വാഭാവികമായും പെൺകുട്ടികൾ ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് വീടുകളിൽ നിന്നും അവരെ നിർബന്ധിച്ച് വിവാഹം കഴിച്ച് അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിനെ നിയമപരമായി തടയുക എന്നതാണ് ആ നിയമത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ കരുതുന്നത്. ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ആ പേര് ഒരു പക്ഷേ ഉപയോഗിക്കുന്നത് ചിലർക്കൊക്കെ അനിഷ്ടമായേക്കാം. എങ്കിലും ഈ പ്രേമക്കുരുക്കിൽപ്പെടുത്തി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി വിവാഹം കഴിച്ച് പിന്നീട് പല വിധത്തിൽ ദുരുപയോഗിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അതേക്കുറിച്ച് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന BJP-യുടെ നിലപാടെന്താണ്? അല്ല, BJP-യുടെ നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പ്രേമത്തിൽ മാത്രമാണ് ജിഹാദ് എന്ന് BJP ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ ലോകത്തിൽ ആദ്യം നാം എത്തേണ്ട ഒരു മിനിമം പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പോയിന്റ് എന്നുള്ളത് ഈ ലോകത്ത് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം നാം എത്തിച്ചേരേണ്ട ഒരു പോയിന്റ്. കാരണം ജിഹാദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാക്കിന്റെ അർത്ഥം വിശുദ്ധ യുദ്ധം എന്നാണ് എന്നറിയാം. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ യുദ്ധം എന്നുള്ളത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല എന്നും തങ്ങളുടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ അല്ല എങ്കിൽ ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് വേണ്ടി എന്തു തന്ത്രവും അത് ജിഹാദിന്റെ നിർവചനത്തിൽ കീഴിൽ വരുന്നു എന്ന തരത്തിലാണ് തീവ്രവാദ ശക്തികൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനെയാണ് നാം ആദ്യം അംഗീകരിക്കേണ്ടത്. അപ്പൊ ലോകത്തിൽ ആദ്യം ജിഹാദ് ഉണ്ട് എന്ന് നാം ഒരു നിഗമനത്തിൽ എത്തിച്ചേരുമ്പോൾ ഏതൊക്കെ മാർഗത്തിൽ അവർ ജിഹാദ് നടത്തുന്നു അങ്ങനെ നോക്കുമ്പോഴാണ് പണ്ട് നാം കേട്ടിട്ടുണ്ട് പ്രേമത്തിലും യുദ്ധത്തിലും എല്ലാം തന്ത്രമാണ് എന്ന് പറയുന്നത് പോലെ ജിഹാദ് എന്നുള്ളതൊരു യുദ്ധമായി മാറുമ്പോൾ അവർ പ്രയോഗിക്കുന്ന എല്ലാം തന്ത്രമാണ്. ജിഹാദിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് വിശ്വാസികളുടെ എണ്ണം കൂട്ടലാണ്. അല്ലാതെ നാം കേൾക്കുന്നത് പോലെ പെട്ടെന്ന് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എത്തിച്ചേരുന്ന നിഗമനം അതൊരു വിശുദ്ധ യുദ്ധമാണ്, അപ്പൊ യുദ്ധമാണ് ചെയ്യുന്നത്, ആൾക്കാരെ മതം മാറാൻ തയ്യാറാകാത്തവരെ കശാപ്പ് ചെയ്ത് കളയുന്നു എന്ന അർത്ഥത്തിൽ മാത്രമല്ല. അതൊരു വേ ഓഫ് എന്നാണ് പറയുന്നത്, ജിഹാദ് മാത്രമാണ്. അപ്പൊ ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഹലാൽ ഭക്ഷണം ജിഹാദിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്? അതാ ഞാൻ പറഞ്ഞു വന്നത്. ആൾക്കാരുടെ എണ്ണം കൂട്ടുക, വിശ്വാസികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ജിഹാദ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ആൾക്കാരുടെ എണ്ണം കൂട്ടാം, അത് വലിയ വിഷയമാണ്. അതിനു വേണ്ടിയിട്ടാണ് മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നു, പല പെൺകുട്ടികളിലും 5ഉം 6ഉം വീതം മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഒരു തരത്തിൽ അവരുടെ എണ്ണം കൂട്ടലാണ്. പിന്നെന്ത് ചെയ്യുന്നു, അന്യമത വിശ്വാസികളെ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. അതിന് പ്രേമമെങ്കിൽ പ്രേമം, ഭീഷണിയെങ്കിൽ ഭീഷണി, അതിന് മുമ്പ് പറഞ്ഞതുപോലെ യുദ്ധമെങ്കിൽ യുദ്ധം, അല്ലെങ്കിൽ ആയുധമെങ്കിൽ ഈ ആയുധം. പിന്നെ ഇതിന് വഴങ്ങാത്ത ഒരു കൂട്ടം ആൾക്കാരെ കൊന്നില്ലാതാക്കുന്നു. പിന്നെ ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം വേണം. ആ സാമ്പത്തികം എങ്ങനെ സമാഹരിക്കും? ആ സാമ്പത്തികം നമുക്കറിയാം, ആഗോളതലത്തില് മുസ്ലിം ഭീകരവാദികൾക്ക് 2 മാർഗങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഫണ്ടിങ്ങിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. ഒന്ന് മയക്കുമരുന്നിന്റെ കച്ചവടവും, 2 ആയുധ കച്ചവടവുമാണ്. അപ്പൊ ഈ 2 മാർഗങ്ങൾ കൂടാതെ അവർക്കൊരു സിവിൽ സൊസൈറ്റിയിൽ താമസിക്കുമ്പോൾ അവർക്ക് നിരവധി മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. അതിലൊരെണ്ണമാണ് ഈ ഭക്ഷണ ജിഹാദ് അല്ലെങ്കിൽ ഫുഡ് ജിഹാദ് എന്ന് നാം പറയുന്നത്. അതാണ് ഹലാൽ ഭക്ഷണം എന്നുള്ളത്. അതായത് സമസ്ത മേഖലകളിലേക്കും ഇസ്ലാമിക വൽക്കരണം കൊണ്ടുവരികയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എണ്ണം കൂട്ടൽ മാത്രമല്ല, ഞങ്ങളുടെ ജീവിത രീതിയെ എല്ലാവരും അനുവർത്തിക്കണം. അത് വേഷത്തിലുണ്ടാകണം, ഭാഷയിലുണ്ടാകണം, ഭക്ഷണത്തിലുണ്ടാകണം, അവർ താമസിക്കുന്ന ഇടങ്ങളിലുണ്ടാകണം, അവരുടെ ആചാര രീതികൾ, അവർ ജോലി ചെയ്യുന്നിടത്ത്, ഇങ്ങനെ എല്ലാ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ഏതൊക്കെ മേഖലകളെ ബന്ധിപ്പിക്കാമോ എല്ലാ മേഖലകളിലേക്കും ഇസ്ലാമിക വൽക്കരണം കൊണ്ടുവരിക. ഇതൊരു സെമിറ്റിക് ചിന്താഗതിയുടെ ഭാഗമാണ്. അവിടെയാണ് ഭാരതത്തിന് വിയോജിക്കാൻ അല്ലെങ്കിൽ ഭാരതം വിയോജിക്കുന്നത്. ഇപ്പൊ അല്പസമയം മുമ്പ് ഫാദർ പറയുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോ ഞാനത് ഖേദത്തോടെ പറയട്ടെ, ഇത് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി വിളിച്ചു പറയുമ്പോ ഒരുപക്ഷെ അത് BJP-യുടെയോ RSSന്റെയോ ഒക്കെ വർഗീയതയാണ് എന്ന് നിങ്ങൾ അടച്ചാക്ഷേപിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ച പൊതുസമൂഹത്തെയാണ്. ആ പൊതുസമൂഹത്തിലെ ചിലരെങ്കിലും ഇത് RSSകാരും BJP-കാരും എന്തോ വർഗീയത പടർത്തുന്നതിന് വേണ്ടി പറയുന്നതാണ്. ഈ രാഷ്ട്രത്തിന്റെ തനതായ ഒരു സ്വഭാവമുണ്ട്. നമുക്കറിയാം, ഇവിടേക്ക് വന്ന ക്രിസ്തീയ സഭകൾക്കായാൽ പോലും അവർ പല രീതിയിലും ഭാരതവൽക്കരിക്കപ്പെട്ടു, ഇവിടുത്തെ സഭകള്. കാരണം നമുക്കറിയാം ഭാരതത്തിൻ്റെതായ തനത് ചില സ്വഭാവങ്ങളുണ്ട്. ഭാരതത്തിൽ നിങ്ങൾക്ക് ഏത് വിശ്വാസവും സ്വീകരിക്കുന്നതിന് ആർക്കും തടസ്സമില്ല. കാരണം ഇവിടെ 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു ജനസമൂഹത്തിന് ഒരു ക്രിസ്തുവിനെ കൂടിയോ അല്ലെങ്കിൽ ഒരു അള്ളാഹുവിനെ കൂടി അംഗീകരിക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല.
പക്ഷെ നമ്മൾ അപ്പോഴും പറഞ്ഞ ഒരു കാര്യമേ ഉണ്ടായിരുന്നു, നിങ്ങളുടെ വിശ്വാസം ഏതുമായിക്കൊള്ളട്ടെ, ആ വിശ്വാസം നമ്മളുടെ രാഷ്ട്രത്തിനെതിരാവരുത്. അതായത് നിങ്ങളുടെ ചോറിങ്ങും കൂറങ്ങും എന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും ആദ്യം ഇവിടേക്ക് മടങ്ങി വന്ന് മനസ്സിലാക്കിയ ക്രിസ്തീയ സഭകളുണ്ട്. ആ ക്രിസ്തീയ സഭകളുടെ ആദ്യ കാലഘട്ടത്തിലെ സ്വഭാവങ്ങളൊക്കെ പൂർണ്ണമായും മാറിയിട്ട് അവരിന്ന് ആ ഭാരതവൽക്കരിക്കാൻ തയ്യാറായി. കാര്യം അവർക്ക് ഇവിടെ അവരുടെ വിശ്വാസം പിന്തുടരുന്നതിന് തടസ്സമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. പക്ഷേ മറുവിഭാഗത്തിന്റെ പ്രശ്നം എന്നുള്ളത് അവരെപ്പോഴും ആയുധങ്ങൾ കൊണ്ട്, സംഘർഷങ്ങൾ കൊണ്ടാണ് മതം പടർത്താൻ ശ്രമിച്ചത്. ഇവിടെ നേരെ മറിച്ച് നിങ്ങൾ ഒരാളെ ഇന്റലക്ച്വലായി അയാളെ കീഴ്പ്പെടുത്തി, അല്ലെങ്കിൽ അയാൾക്ക് ബൗദ്ധിക തലത്തിൽ അയാളെ മാറ്റിക്കൊണ്ട് ഇവിടെ വിശ്വാസം മാറുന്നതിന് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നു. അല്ലെങ്കിൽ ഭരണഘടന ഇല്ല എങ്കിൽ പോലും, ഈ ഞാൻ പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ പറയാം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്ന് പറയും. ഇനി ഇവിടെ ഭാരതത്തിൽ ഭരണഘടന ഇല്ലാതായാൽ പോലും നമ്മളുടെ ഒന്നും ജീവിത രീതിക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം അത് നമ്മുടെ നാടിന്റെ സ്വഭാവമാണ്. ഇവിടെ മതസൗഹാർദ്ദം അല്ലെങ്കിൽ നമുക്കിവിടെ മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതേതരത്വം എന്നൊക്കെ പറയുന്നത് ഒരു പാശ്ചാത്യ കൺസെപ്റ്റാണ്. സെക്യുലറിസം എന്നുള്ളത് പാശ്ചാത്യ കൺസെപ്റ്റാണ്. ഭാരതീയ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സർവധർമ്മ സമഭാവന എന്നുള്ളതാണ്. ഈ സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ്? മത ഇതരത്വമാണ്. മതമില്ലാത്ത ഒരു സമൂഹത്തെ പറ്റിയാണ് പാശ്ചാത്യ ലോകത്തിൽ ഈ സെക്യുലറിസം എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഭാരതത്തിൽ അങ്ങനെയല്ല. ഭാരതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സർവധർമ്മ സമഭാവനയാണ്. നിങ്ങൾക്ക് ഏതു മതവും ഏതു വിശ്വാസവും നിങ്ങൾക്ക് സ്വീകരിക്കാം, പക്ഷെ നിങ്ങൾ സമന്മാരായി ഇവിടെ പെരുമാറണം. അല്ലെങ്കിൽ എല്ലാവർക്കും സമനാണ്. ഇവിടെ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവരായതുകൊണ്ട് എന്തോ ഉയർന്ന ആൾക്കാരാണ്, പള്ളിയിൽ പോകുന്നവർ, അങ്ങനെ ഒരു ചിന്തയെ നമ്മളുടെ നാട്ടിലില്ല. ഭാരതം എന്നുള്ളത് നിരവധി മതങ്ങളുടെ ഒരു സംഗമ കേന്ദ്രമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ഭാരതത്തിൽ എങ്ങും കാണാൻ സാധിക്കാത്തത്. ഇപ്പൊ ഞാൻ സംസാരിച്ചാൽ പറയും ഹിന്ദുമതം എന്നുള്ളൊരു മതം ഭാരതത്തിലില്ല. ഭാരതത്തിലുള്ളത് ഹിന്ദു ധർമ്മമാണുള്ളത്. ആ ഹിന്ദു ധർമ്മത്തിൽ പെടുന്നവരാണ് ക്രിസ്ത്യാനിയും മുസ്ലിം. ഈ ഭാരതത്തിൽ ആരൊക്കെ താമസിക്കുന്നു അവരൊക്കെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന ബ്രോഡായിട്ടുള്ള ഡെഫിനിഷന്റെ അണ്ടറിൽ വരുന്നു. പക്ഷെ നിങ്ങൾക്ക് എവിടെയും ഹിന്ദു മതം കാണാൻ പറ്റില്ല. കാരണം ഭാരതത്തിൽ ഹിന്ദു മതം എന്നൊരു മതമില്ല. കാരണം എന്താ? മതം എന്ന വാക്കിന്റെ അർത്ഥം ഭാരതത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥമുള്ളത്. അതിന്റെ വാക്യാർത്ഥം, ആ വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭാരതത്തിൽ ഹിന്ദുവിന്റെ മതം എന്ന് പറഞ്ഞൊരു മതമില്ല. കാര്യം ഹിന്ദു എന്ന് പറയുന്ന ഒരാളില്ല ഇവിടെ. ആ ഹിന്ദുവിന്റെ അഭിപ്രായം അല്ല ഹിന്ദു മതം. ഭാരതം എന്നുള്ളത് നിരവധി മതങ്ങളുടെ സങ്കലനമാണെന്ന് ഞാൻ പറയാൻ കാരണം, ഹിന്ദു ധർമ്മത്തിൽ തന്നെ നിങ്ങൾക്കറിയാം വിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ട്. അവരൊരു സെപ്പറേറ്റ് മതമായിരുന്നു വൈഷ്ണവ മതം. ശിവനെ ആരാധിക്കുന്നവരുണ്ട്, അവർ വേറൊരു മതമാണ് ശൈവ മതം. ദേവിയെ ആരാധിക്കുന്നവരുണ്ട്, അവരുടെ മതം ശാക്തേയ മതമാണ്. ഗണപതി ആരാധിക്കുന്നവരുടെ മതം ഗാണപത്യ മതമാണ്. ക്രിസ്തുവിനെ ആരാധിക്കുന്നവരുടെ മതം ക്രിസ്തു മതമാണ്. അങ്ങനെ മാത്രമേ ഭാരതം എല്ലാ കാലത്തും മതങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നിരവധി മതങ്ങളുണ്ട്. ക്രിസ്തു മതവും ഭാരതത്തിന്റെ തന്നെ മതമായി അംഗീകരിക്കുകയാണ് നമ്മൾ. ഇവിടെ ഒരു വിഷയവുമില്ല. നിങ്ങൾ ഞാൻ തിരിച്ചു വരാം ശ്രീ സന്ദീപ്. ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കത്തോലിക്ക സഭ നേതൃത്വം പലപ്പോഴും ഒരു അനുനയത്തിൻ്റെ പാതയാണ് സ്വീകരിക്കുന്നത്. നിരന്തരമായി ഇങ്ങനെ ഒരു വിഭാഗം മാത്രം, അതായത് ക്രൈസ്തവ സഭാ നേതൃത്വം ഇങ്ങനെ ഒരു ശാന്തതയുടെ അനുനയത്തിൻ്റെ മാർഗം സ്വീകരിക്കുമ്പോൾ അത് മറുകൂട്ടർക്ക് അത് വളമായി തീരുന്നു. ക്രൈസ്തവ സഭാ നേതൃത്വം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാത ആരെങ്കിലും പേടിച്ചിട്ടാണോ? നമ്മുടെ ജോൺസൺ തേക്കടയിൽ അച്ഛൻ അങ്ങനെ ഒരു അഭിപ്രായം പറയുകയുണ്ടായല്ലോ. തീർച്ചയായിട്ടും അത് ആരെയും ഭയന്നിട്ടല്ല, നമ്മളുടെ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ സമീപനം. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് ക്രിസ്തുവിലായതുകൊണ്ട്, അദ്ദേഹം പഠിപ്പിച്ചത് സ്നേഹമായതുകൊണ്ട്, സാഹോദര്യമായതുകൊണ്ട് നമ്മൾ ആ ഒരു നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞ് നമ്മൾ സത്യം പറയാൻ ഭയമുള്ളവരല്ല. നമ്മൾക്ക് സത്യം പറയുന്നതിന് ഭയക്കേണ്ട സാഹചര്യവുമില്ല. ഇന്ത്യയുടെ ഭരണഘടനയും ഇവിടുത്തെ നിയമവ്യവസ്ഥയും അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് എല്ലാവർക്കും തരുന്നു. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾക്ക് ആരും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യം തുറന്നു പറയുന്നതിൽ സഭയ്ക്കോ അല്ലെങ്കിൽ സഭയിലെ വൈദികർക്കോ അൽമായർക്കോ മറ്റ് സന്യസ്തർക്കോ ഒന്നും ആ രീതിയിൽ ഭയമില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന രീതികൾ എപ്പോഴും മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടുള്ളതും അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടുള്ളതും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സമീപനമാണ് നമ്മൾക്ക് സഭയ്ക്ക് ഉള്ളത്.
ഒരു ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടിയാണ് നമ്മൾ എല്ലാ സമുദായങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും കാണുന്നത്. അവരുമായി സഹകരിച്ചും സംവാദത്തിലും മുന്നോട്ട് പോകുന്ന രീതിയാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളത്. വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉള്ളവരുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് സഭയ്ക്ക് അതിൻ്റെ പ്രബോധന അധികാരമുള്ള സംവിധാനങ്ങളിൽ നിന്ന് എന്താണ് സഭാ വിശ്വാസികൾ എടുക്കേണ്ട നിലപാട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മിക്കവാറും എല്ലാ വിശ്വാസികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് ഒരു 10 വർഷമോ 15 വർഷമോ മുമ്പുണ്ടായിരുന്ന ആ ഒരു കൊഹിയറൻസ്, ആ ഒരു ഐക്യബോധം, പരസ്പരമുള്ള ആദരവും ബഹുമാനവും അത് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ജോൺസൺ അച്ഛൻ ചൂണ്ടിക്കാണിച്ചതിനെ ഞാനും ശരിവെക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് തറേക്കടവിലച്ഛനോ കത്തോലിക്ക സഭ എന്നെങ്കിലും എടുത്ത ഏതെങ്കിലും നിലപാടുകളോ അല്ല. എന്നാൽ നമ്മളുടെയൊക്കെ വിശ്വാസങ്ങളെയും നിലപാടുകളെയും ബോധ്യങ്ങളെയും പരിഹസിക്കുകയും നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും സമൂഹത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ 2 രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രാമാണികമായി അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നന്വേഷിക്കുന്നവരും. അപ്പോൾ അതിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഉള്ള നിലപാടുകളെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ ചരിത്രത്തിലുള്ള വ്യാഖ്യാനങ്ങളെ പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ പ്രയോഗ രീതികൾ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലും സാഹചര്യങ്ങളിലും എങ്ങനെയാണ് നടന്നത് എന്ന് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ രണ്ടാമത്, ഇന്ന് ഇവിടെ ആദരണീയനായ സന്ദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് ലോകം മുഴുവൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന യാഥാർത്ഥ്യം അത് ഒരു ശക്തമായ ഐഡിയോളജിയായി വളരുകയും കേരള സമൂഹത്തിൽ അത് രാഷ്ട്രീയമായ വലിയ സ്വാധീനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചെലുത്തുകയും ഈ ഒരു ഐഡിയോളജിയോട് സമരസപ്പെട്ടുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ലാഭമുണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കുകയും അതിനോട് കൈകോർക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഇടതായാലും വലതായാലും അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും CPM ആയാലും അതിനോട് ചേർന്നുള്ള മറ്റ് കക്ഷികളാണെങ്കിലും ഒരിക്കലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ഏത് രാഷ്ട്രീയ തത്വശാസ്ത്രം വെച്ച് നോക്കിയാലും അത് ഏറ്റവും അപകടകരവും ഏറ്റവും ജനാധിപത്യ വിരുദ്ധവും അത് അങ്ങേയറ്റം മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നതും മനുഷ്യന്റെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതും അത് വളരെ സിസ്റ്റമാറ്റിക്കായും ചിലപ്പോഴെല്ലാം വളരെ തീവ്രമായും വളരെ ആക്രമണ സ്വഭാവത്തോടുകൂടിയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുരണനങ്ങൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്. അതിൻ്റെ പ്രാദേശിക രൂപങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനിവിടെ രാഷ്ട്രീയ മുഖം കൊടുക്കുകയും അതിന് സ്വീകാര്യത നൽകുകയും ചെയ്യുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനോട് കൈകോർത്തുകൊണ്ട് നമ്മളുടെ ഇലക്ടറൽ പൊളിറ്റിക്സിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് പോലെയോ ഇപ്പോൾ BJP എതിർക്കുന്നത് പോലെയെങ്കിലും ആ സാഹചര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിശക്തമായ പ്രത്യയശാസ്ത്രത്തെ കാണിക്കുന്നതിന് ആരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഒരു കൂട്ടര് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞ് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ പലരും അതിന് കൂട്ടുനിൽക്കുമ്പോൾ അതാണല്ലോ ഇപ്പം നമ്മൾ ഇവിടെ ഈ ആന്റണി തറേക്കടവിലച്ഛൻ്റെ ഈ പ്രശ്നത്തിലൊക്കെ നമ്മൾ കാണുന്നത്. രാഷ്ട്രീയക്കാർ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ അപകടത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ക്രൈസ്തവ സഭാ നേതൃത്വം സ്വന്തം ജനത്തെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തങ്ങളുടെ ജനങ്ങളോട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ
അത്തരം ശബ്ദങ്ങളെ നിർവീര്യമാക്കാനുള്ള ഒരു ശ്രമമാണോ ഇത്തരം കേസുകളുടെയൊക്കെ പിന്നാലെ? അതിൻ്റെ പിന്നിലുള്ളത് ഇത്തരം ശ്രമങ്ങളാണോ? ഫാദർ വർഗീസ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കും. അത്തരം ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നില്ലെന്ന് പറയാൻ എനിക്കാവില്ല. പക്ഷേ അത്തരം ശ്രമങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ള വാസ്തവം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സത്യം പറയാതിരിക്കാനാവില്ല. ഇപ്പോൾ ക്രിസ്തുമസ് വരുമ്പോൾ ക്രിസ്തു പിഴച്ചവനാണെന്നും ക്രിസ്തുവിന്റെ അമ്മ പരിശുദ്ധ കന്യകമറിയം പിഴച്ചവളാണെന്നും പ്രസംഗിക്കുന്നത് അത് അംഗീകരിക്കാമോ? നടപടി ഉണ്ടായോ? ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു? ഇതിവിടെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെയും വികാരങ്ങളെയും ആഴത്തിൽ മുറിപ്പെടുത്തിയെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയോ? അപ്പോൾ നമ്മളാരും ലഹള ഉണ്ടാക്കാതെ ഇരുന്നാൽ നമ്മൾക്ക് വികാരങ്ങളില്ലെന്നും വിശ്വാസങ്ങളില്ലെന്നും ആരും വിചാരിക്കരുത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അതിന് കൃത്യമായ മറുപടി പറയും. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് അവരെ അരിച്ചു പെറുക്കി ഞങ്ങൾ പഠിക്കും. ഇന്ന് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ഉള്ള അവരുടെ രാഷ്ട്രീയ നിലപാടിനെ പറ്റിയും പ്രത്യയശാസ്ത്രത്തെ പറ്റിയും അതിന്റെ അപകടത്തെ പറ്റിയും ഞങ്ങൾ കൂടുതൽ ആളുകളോട് തുറന്നു പറയേണ്ടി വരും. അത് ഞങ്ങൾക്ക് ബാധ്യതയായി വരികയാണ്. അത് ഞങ്ങളുടെ സാധാരണ ജോലികളോട് കൂട്ടി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഞങ്ങൾക്ക് ജനങ്ങളെ പറ്റി ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ വിശ്വാസികളെ പറ്റി അവരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ഇടയന്മാരെന്ന ചുമതല ഞങ്ങളുടെ തോളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ തൊടുമ്പോൾ, അത്തരം കാര്യങ്ങളെ ഏറ്റവും നീചമായി നികൃഷ്ടമായി കൈകാര്യം ചെയ്യുമ്പോൾ അതിന് കയ്യടി കിട്ടുകയും, നമ്മളുടെ സാംസ്കാരിക രംഗം എടുക്കുക, ഇവിടെ നിരന്തരം ക്രൈസ്തവ വിശ്വാസത്തെയും പ്രതീകങ്ങളെയും താറടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗവും അതിന് പണം മുടക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് എന്ന് എത്രയോ പ്രാവശ്യം സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതെ, വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് നടത്തിയത്. അത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. ഫാദർ ജോൺസൺ തേക്കടയിൽ ആന്റണി അച്ഛൻ പറഞ്ഞത് ഈ ഹലാൽ ഭക്ഷണം എങ്ങനെ ക്രൈസ്തവർക്ക് നിഷിദ്ധമാകുമെന്നും മറ്റ് സമുദായക്കാർ ഹലാൽ അധിനിവേശത്തെ ചെറുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണല്ലോ. ഇതെങ്ങനെയാണ് സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ കാരണമായി തീരുന്നത്? ചില ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഹലാൽ ഭക്ഷണം മറ്റു മതസ്ഥർ കഴിക്കണമെന്ന് തങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്ന്. അപ്പോൾ തന്നെ അതേ അർത്ഥത്തിൽ തന്നെ പറയുമ്പോൾ നമ്മുടെ ക്രൈസ്തവ നേതാക്കന്മാർ, വൈദികർ ഈ ഹലാൽ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതില്ല എന്ന് ഒരു നിലപാട് തൻ്റെ ജനങ്ങളോട് അറിയിക്കുമ്പോൾ അതിലെന്താണ് ഇത്ര തെറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. എന്താ ഇത് തമ്മിലുള്ള പ്രശ്നം എന്താണ് ഫാദർ ജോൺസൺ? ഇതിനകത്ത് പ്രശ്നമൊന്നുമുള്ളതല്ല. പള്ളിക്കാട്ടച്ചൻ പറഞ്ഞതുപോലെ ആഴത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും തോറും അത് നമ്മൾ മറ്റുള്ളവരോട് പറയാനായിട്ടുള്ള വലിയൊരു ബാധ്യത ഉരുവാക്കപ്പെടുകയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹലാൽ ഭക്ഷണത്തിൽ കൂടെ നേരത്തെ ഇവിടെ വചസ്പതി പറഞ്ഞതുപോലെ തന്നെ അതിനകത്തൊരു ബിസിനസ് ലാക്കുണ്ട്. ആ ബിസിനസ് ലാക്കിന്റെ അല്ലെങ്കിൽ അതിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ശരിക്കും ഒരു നന്മയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനായിട്ടല്ല, അത് സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടുന്ന തിന്മകളിലേക്കാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ലാഭക്കച്ചവടം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സമുദായത്തില് അല്ലെങ്കിൽ സമൂഹത്തില് അപകടം ഉണ്ടാക്കുമെന്നൊരു പുരോഹിതൻ പറയുമ്പോൾ, ഒരു പട്ടക്കാരൻ പറയുമ്പോൾ അത് എങ്ങനെയാണ് തെറ്റാകുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്റെ ജനം എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം എനിക്കും എന്റെ ജനത്തിനുമാണ്, അല്ലേ? അതിപ്പം എന്റെ സമൂഹത്തിൽ എന്റെ വീട്ടിൽ ഞാൻ എന്ത് പാചകം ചെയ്യണം എന്ത് പാചകം ചെയ്യരുത്, ആര് തരുന്ന കഴിക്കണോ ആര് തരുന്ന കഴിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലെങ്കിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് പറയുന്നതും എല്ലാ പൗരന്മാർക്കും സമത്വം ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ്? അപ്പൊ അത് തങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ കൂടെ എന്തെങ്കിലും ലാഭങ്ങൾ കൊയ്യാൻ വേണ്ടിയിട്ട് ഒരു മതവികാരം എടുക്കുക, എന്നിട്ട് അത് തെറ്റാണെന്ന് സ്ഥാപിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ആന്റണി അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ വിഷയത്തെക്കുറിച്ചല്ല അച്ഛനെതിരെ അവരുടെ കേസിന് പോയിരിക്കുന്നത്. SDPI കേസിനെ പോയിരിക്കുന്ന വേറൊരു വിഷയമാണ്. അവരുടെ പ്രവാചകന്റെ വസ്തുതകളെ, സത്യസന്ധമായ കാര്യങ്ങളെ അച്ഛൻ പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതാണ് നമ്മളും ചിന്തിക്കേണ്ടത്. ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ. വള്ളിക്കാട്ടച്ചൻ പറഞ്ഞത് വളരെ യോജ്യമായ ഒരു കാര്യമാണ്.
ഞാൻ അവരുടെ ഒരു ചാനല്, മറ്റേ മീഡിയ വൺ എന്ന് പറയുന്ന ചാനല്, അത് നിങ്ങൾക്കറിയാവുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെയാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ചാനലില് ആന്റണി തറേക്കാട്ടിലച്ഛന്റെ ആ പ്രസംഗം ഞാൻ കാണുമ്പോൾ, അത് ഇന്നലെയാണ് ഞാൻ കാണുന്നത്, 1,39,000 ആളുകൾ കണ്ടു. ഈ 1,39,000 ആളുകൾ കണ്ടിട്ട് അതിനകത്ത് ധാരാളം ആളുകൾ കമന്റ് ഇട്ടു. ഒരൊറ്റ ആള് പോലും അച്ഛനെ അപകീർത്തിപരമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം അച്ഛൻ തെറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അച്ഛൻ തെറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് അതിനെ ചൊല്ലി ആകുലപ്പെടുന്നത്? മറ്റേത് SDPI പോലുള്ള ആളുകള്, അത് നേരത്തെ മുതൽ നമ്മൾ പറയുന്നതാണ്, അവരുടെ ഇടൻ അജണ്ടയാണ് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംസ്ഥാപിതമാക്കുക, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ വീട്ടിൽ ഞാൻ ഒന്ന് തുമ്മിയാൽ ആ തുമ്മൽ തെറ്റാണെന്ന് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ തക്കവണ്ണം അവർ മുതിരുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ അടുത്ത സമയത്താണല്ലോ നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന കമൽ പാഷ സാറ്, ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നൊന്നുമില്ല, ഇപ്പം നേരത്തെ ആദരവ്, ഭയങ്കര ആദരവായിരുന്നു. അദ്ദേഹത്തിന്റെ പുറംപൂച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലിരുന്ന എല്ലാം കൂടെ പുറത്തേക്ക് വമിച്ചു, ഒരു സർദിൽ പോലെ തന്നെ വന്നു. അദ്ദേഹം വിശുദ്ധ കത്തോലിക്ക സഭയുടെ കുർബാനയെയും അതുപോലെ തന്നെ നമ്മുടെ കുമ്പസാരത്തെയൊക്കെ വളരെ ഹീനമായ രീതിയിലല്ലേ ഒരു പരസ്യ മീറ്റിംഗിൽ സംസാരിച്ചത്? അദ്ദേഹത്തിന് നിയമം അറിയാഞ്ഞിട്ടാണോ? അദ്ദേഹം നിയമജ്ഞനായിരുന്നില്ലേ? പലരെയും തൂക്കിക്കൊല്ലാനൊക്കെ വിധിച്ചിട്ടുള്ള ഒരു ജഡ്ജി അല്ലേ അദ്ദേഹം? ആ വ്യക്തി ഇത്രയും ഹീനനാകാൻ കാരണം എന്താണ്? ഇത്രയും ഹീനനാകാൻ കാരണം അദ്ദേഹത്തിന്റെ ബാല്യം മുതൽ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലേക്ക് കയറ്റപ്പെട്ടതായിട്ടുള്ള ചില ഐഡിയോളജീസ് ആണ്. ആ ഐഡിയോളജി എന്താണ്? ക്രൈസ്തവരെല്ലാം അവർക്ക് ശത്രുക്കളാണെന്നുള്ളതാണ്. ഞാൻ വെറുതെ പറയല്ല ബിനോയ്. സൂറ എന്ന് പറയുന്ന ചാപ്റ്ററാണ്, അധ്യായമാണ്. സൂറ 5:51 നിങ്ങൾ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് വളരെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്ന, പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മതഗ്രന്ഥമാണ്. ആ മതഗ്രന്ഥം പഠിക്കുന്ന ഒരു വ്യക്തിയുടെ കുഞ്ഞിന്റെ തലച്ചോറിനകത്ത് എന്താ കയറിയിരിക്കുക? ക്രിസ്ത്യാനികളെല്ലാം ശത്രുക്കളാണ്, ക്രിസ്ത്യാനികളുടെ വിശുദ്ധ കുർബാന അത് മോശമാണ്, അവരുടെ കുമ്പസാരം മോശമാണ്, അവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം തിന്മയാണ്. അതല്ലേ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നത്? അത് തികട്ടി വന്നതല്ലേ അദ്ദേഹം അറിയാതെ തന്നെയാണെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കാൻ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ശരിക്കും SDPI ഇന്ന് കാണിച്ചതായ ആ കൊള്ളരുതായ്മ അദ്ദേഹത്തിന് നേരെയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഒരു ക്രൈസ്തവ സഭയെ ഒന്നടങ്കം അപമാനിക്കുകയും വിശുദ്ധ കുർബാനയെ മ്ലേച്ഛമായി സംസാരിക്കുകയും ചെയ്ത ഒരു ന്യായാധിപൻ, ന്യായത്തെ കീറിമുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ച് വിധി പ്രസ്താവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നായ ഒരു വ്യക്തി ഇന്നും നമ്മുടെ പോലും നികുതി പണത്തിൽ നിന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഇതുണ്ടല്ലോ, പെൻഷൻ, അത് സ്വീകരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശുമുണ്ട് ഇല്ലേ? നമ്മൾ കൊടുക്കുന്ന കാശുമില്ലേ? ഇവിടെ നികുതി അടയ്ക്കുന്നത് നമ്മളും കൂടിയാണല്ലോ. അപ്പൊ നമ്മുടെ നികുതി പണം മേടിച്ചുകൊണ്ട് നമ്മളെ കുറിച്ച് വളരെ ഹീനമായി സംസാരിച്ചിട്ട് നമ്മൾ ആരെങ്കിലും കേസിന് പോയോ? നമ്മൾ ആരെങ്കിലും വഴക്കിന് പോയോ? നമ്മൾ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചോ? നമ്മൾ ആരെങ്കിലും പ്രകടനം നടത്തിയോ? അപ്പോൾ ആന്റണി തറേക്കാട്ടിൽ അച്ഛൻ വളരെ കൃത്യമായി തന്റെ ജനത്തെ തന്റെ അൽത്താറയിൽ നിന്നുകൊണ്ട്, തന്റെ ഇടവകയിൽ നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കണ്ടേ? ഏതെങ്കിലും വിഡ്ഢികൾ ചെയ്യുമോ അത്? ഇവരല്ലാതെ മറ്റാരെങ്കിലും ചെയ്യുമോ? അതൊരു വിഡ്ഢിത്തരമല്ല അവർ ചെയ്തത്. കാരണം എന്റെ ഇടവകയിൽ ഞാൻ എന്ത് പറയണമെന്ന് അവരുടെ അനുവാദം വേണം. അവരെഴുതി തരുന്നത് മാത്രമേ എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുവരികയല്ലേ അവർ. നമുക്കത് അനുവദിക്കാനോ അംഗീകരിച്ചു കൊടുക്കാനോ സാധ്യമായ ഒരു കാര്യമല്ല. അതിന്റെ ഒരു കാര്യം കൂടെ പറയട്ടെ. അതിനെതിരെ ഒരു മിനിറ്റ് കൂടെ. അതിനെതിരെ ഇവിടെ ഈ വക്കാലത്ത് പിടിക്കാൻ വന്നിട്ടുള്ള കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ തലയ്ക്കകത്ത് സ്ഥിരതയില്ലെന്ന് ഞാൻ പറയൂ. സ്ഥിരതയില്ല. കാരണം അവർ ക്രൈസ്തവരെ എന്ത് ചെയ്താലും പറഞ്ഞാലും ഒന്നിനും ഒരു ചർച്ചയ്ക്കും വരുന്നില്ലല്ലോ, അവർക്കാർക്കും വേദനിക്കുന്നില്ലല്ലോ. ഇതപ്പോ ഒരു മതപ്രീണനമാണ്. ക്രൈസ്തവനോട് എന്തുമാകാമെന്നുള്ള. ഞാനിവിടെ ഒരു വർഗവൽക്കരിക്കൊന്നുമല്ല, മറിച്ച് യാഥാർത്ഥ്യം പറയാം. ഇവിടെ എല്ലാവരും തുല്യരായി ജീവിക്കണം. എനിക്ക് പറയാവുന്ന പരിധിയിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ പറയാൻ സാധിക്കണം. എന്റെ വിശുദ്ധ ഗ്രന്ഥം തെറ്റാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന മറുഭാഗത്തുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ മറുഭാഗത്തുള്ള ഗ്രന്ഥത്തിലെ വസ്തുതകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ
കാര്യകാരണ സഹിതം അത് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് എൻ്റെ ജനം എനിക്ക് തന്നതാണ്, എൻ്റെ പൗരോഹിത്യം എനിക്ക് തന്നിരിക്കുന്നതാണ്, എൻ്റെ മെത്രാന്മാർ എനിക്ക് തന്നിരിക്കുന്നതാണ്, എൻ്റെ സഭ എന്നെ അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്നതാണ്, എൻ്റെ കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്നതാണ്. ഞാനത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയാ? ഇവർ വന്ന് പറയുമോ? ശ്രീ സന്ദീപ് വചസ്പതി, ഈ ഹലാൽ വൽക്കരണത്തെ തടയുവാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കും? ചെറിയ ഒരു എതിരഭിപ്രായമുള്ളത് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. ഇതിനെ ഇപ്പോ സ്വാഭാവികമായും അവർ വൈദികന്മാരാണ്, വൈദിക കുപ്പായം ഇട്ടുകൊണ്ട് സ്വാഭാവികമായ അൽമായർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും എന്നൊക്കെ എനിക്കറിയാം. ഞാനതിൻ്റെ നിങ്ങളുടെ എല്ലാവിധമായ ലിമിറ്റേഷൻസിനെയും ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാങ്കേതികമായ തടസ്സങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. ഇത് കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഒരുമിച്ച് നിൽക്കാനാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഇപ്പോ ഇത് ക്രിസ്ത്യാനിറ്റിക്ക് നേരെ ഉള്ള ആക്രമണമാണെന്ന് ദയവ് ചെയ്ത് കരുതരുത്. ഇത് നമ്മുടെ രാഷ്ട്രത്തിനെതിരെയുള്ള ആക്രമണമായി നിങ്ങൾ കരുതണമെന്നാണ് എനിക്ക് രണ്ടുപേരോടും വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്. സ്വാഭാവികവും വൈദികർ എന്ന നിലയിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന അൽമായരെ മാത്രമായിക്കൊള്ളട്ടെ. നിങ്ങൾ സഭകളിൽ സംസാരിക്കുമ്പോൾ, പള്ളികളിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും സഭയുടെ താല്പര്യം സംരക്ഷിക്കേണ്ടി വരും, മതത്തിന്റെ താല്പര്യം സംരക്ഷിക്കേണ്ടി വരും, അൽമായരുടെ കാര്യം സംരക്ഷിക്കേണ്ടത് ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അല്പം കൂടി ബ്രോഡായിട്ട് കാര്യങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പൊതുസമൂഹത്തെ കൂടെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ല, അങ്ങനെ തന്നെയാണ് ക്രൈസ്തവ സഭകൾ എന്നും. അത് നമ്മുടെ നാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് നിശ്ചയമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. കാരണം ഈ ഇന്ത്യ എന്ന രാജ്യം ഇന്നത്തെ ഇന്ത്യ ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ ക്രൈസ്തവ സഭകളുടെ സംഭാവനകൾ അതാർക്കും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. അല്ല, ഞാൻ അതിനെപ്പറ്റി അല്ല സംസാരിച്ചത്. ഞാൻ സംസാരിച്ചു വന്നത്, അതായത് നമ്മളെ ഇതിപ്പോ സ്വാഭാവികമായും ഇതിന്റെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് മുസ്ലിം ഇതര സമുദായമാണ്. അപ്പൊ അത്തരത്തിൽ വേണം നമ്മളുടേതായ ഒരു നറേറ്റീവ് അല്ലെങ്കിൽ നമ്മളുടേതായ ആശയ പ്രചരണം ഉണ്ടാകാൻ എന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. കാരണം ഇതിപ്പോ ഏതെങ്കിലും ഒരാൾക്കെതിരെ മാത്രമല്ല. നമ്മള് മഹാഭാരതത്തില് യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞു, അല്ല ഭീമനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, വയം പഞ്ചാധികം ശതം. അതായത് കൗരവന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോ നമ്മളിപ്പോ 100 അല്ല 105 പേരാണ് എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോ ഈ ഭാരതത്തിലെ ഇതര എല്ലാ സമുദായങ്ങൾക്കും നേരെയാണ്. ഇത് മാനവ കുലത്തിനെതിരെ, ഭാരതത്തിന്റെ മതേതര സ്വഭാവത്തിനെതിരെ, ജനാധിപത്യത്തിനെതിരെ, വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെ നമ്മളെ ഇപ്പോൾ എതിർക്കുന്ന അല്ലെങ്കിൽ ആരാണോ ഇതിനു വേണ്ടി നിലകൊള്ളുന്നത് അവരുടെ രാജ്യം വന്നാൽ അല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷ അവസ്ഥ ഉണ്ടായാൽ എന്താ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോവുക? ഇവിടെ പിന്നെ ജനാധിപത്യം ഉണ്ടാകുമോ? ഇവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടാകില്ല എന്നുള്ളതിന് 100% ഉറപ്പ്. ജനാധിപത്യം എന്നുള്ളത് കണി കാണാനുണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ എതിർക്കേണ്ടത് മതപരമായിട്ട് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കാൻ, മതേതരത്വം നിലനിൽക്കാൻ, വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കാൻ, സ്ത്രീ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നാം ഇതിനെ ചെറുത്തേ മതിയാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പോ നിങ്ങൾ വീണ്ടും സമീകരിക്കുകയാണ്. അതായത് BJP എതിർക്കുന്നത് പോലെ അല്ല ഇതിനെ എതിർക്കേണ്ടത്. നിങ്ങളോട് ഞാനൊരു BJP കാരനായതുകൊണ്ട് പറയില്ല. നാളെ BJP എത്ര 4-3 ഭൂരിപക്ഷത്തിലോ 5-4 ഭൂരിപക്ഷത്തിലോ 6-5 ഭൂരിപക്ഷം വേണ്ട 10% ഭൂരിപക്ഷത്തിൽ ഭാരതത്തിൽ അധികാരത്തിൽ വന്നാലും ഞാൻ ഉറപ്പ് നൽകുന്നു, ഒരു ന്യൂനപക്ഷങ്ങൾക്കും ഒരു ആപത്തും ഉണ്ടാകില്ല. അതിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ രാഷ്ട്രം അങ്ങനെയുള്ള രാഷ്ട്രമാണ്. ചില അബറേഷൻസ് സ്വാഭാവികമാണ്. വ്യക്തിപരമായ ചില ക്രിമിനൽ ആക്ടിവിറ്റികൾ എല്ലാ കാലത്തും ഉണ്ടാകാം. പക്ഷെ ഒരു സംഘടിതമായ രീതിയിൽ, ഒരു സംഘടന എന്ന നിലയിൽ, ഒരു മതം എന്ന നിലയിൽ ഇതര മതസ്ഥർക്ക് നേരെ ഒരു അറ്റാക്കും ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. എൻ്റെ ചോദ്യത്തിന്റെ മറുപടി വന്നില്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് ഈ ഹലാൽ വൽക്കരണത്തിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ്. തീർച്ചയായിട്ടും അതേപ്പറ്റി ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ ഇതിനെ നമ്മൾ BJPയുടെ പോലെ ആണ് എന്ന് ദയവ് ചെയ്ത് ഇതിനെ സമീകരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുക. ഇനിയും അങ്ങ് ചോദിച്ച ചോദ്യത്തിനേക്ക് ഹലാലിനെ സംബന്ധിച്ച് ഏതെങ്കിലും നിയമ നടപടികൾ എനിക്ക് തോന്നുന്നില്ല. എനിക്കതിന്റെ സാങ്കേതിക പക്ഷെ നടപ്പാക്കാൻ സാധ്യതയില്ല. കാരണം ഈ ഭാരതം ഒരു രാഷ്ട്രം എന്ന നിലയിൽ നിരവധി വിദേശ രാജ്യങ്ങളുമായി ട്രേഡിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും പല രാഷ്ട്രങ്ങളിലും ഹലാൽ ഭക്ഷണമാണ് ഇസ്ലാം രാഷ്ട്രങ്ങളിലൊക്കെ അവർ ആവശ്യപ്പെടുക. ഈവൻ പല ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പോലും ഹലാലുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ധാരണകളൊന്നും അത് ശരിയല്ല. അങ്ങനെ ഈ ഹലാൽ പ്രിന്റുള്ള ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ട്. ഞാൻ പറയാം. അതായത് ചില ജൂതരാഷ്ട്രങ്ങളിൽ ജൂതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടേതായ രീതിയിൽ
കട്ട് ചെയ്ത മാംസാഹാരമാണ് അവർ കഴിക്കുക. മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവർക്ക് മാംസഭക്ഷണം വേണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. മാംസഭക്ഷണം അത്തരത്തിൽ കട്ട് ചെയ്ത് വേണമെന്നൊക്കെയുള്ള നിർബന്ധം ഉള്ളത് കൊണ്ട്, ഇത്തരത്തിലൊരു ട്രേഡിന്റെ സ്വഭാവം ഉള്ളത് കൊണ്ട്, കാര്യം വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഉള്ളത് കൊണ്ട് അത് നടപ്പാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് ഒരു അറിയില്ല. അതേപ്പറ്റി പറ്റില്ല എന്നാണ് എന്റെ ധാരണ. പറ്റുമെങ്കിൽ നമുക്ക് സ്വാഭാവികമായും ഏതൊരു പൗരനെന്ന നിലയിൽ നമുക്ക് ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത് നിരോധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നിയമപരമായ നിയന്ത്രണം പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. ഓക്കെ, ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, ഈ ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്ന എം അക്ബർ, മുജാഹിദ് ബാലുശ്ശേരി, മുഹമ്മദ് ഈസ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവർ വളരെ പരസ്യമായി തന്നെ ക്രൈസ്തവ വിശ്വാസത്തെയും യേശുക്രിസ്തുവിനെയും ഒക്കെ പരിഹസിക്കുകയും അങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരുന്നു. മുൻ ന്യായാധിപനായിരുന്ന കമാൽ പാഷ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ജോൺസൺ അച്ഛൻ പരാമർശിക്കുകയും ചെയ്തു, വളരെ നിന്ദ്യമായ ഭാഷയിൽ ക്രൈസ്തവ മൂല്യങ്ങളെ, ക്രൈസ്തവ സന്യാസത്തെ, വിശുദ്ധ കുമ്പസാരത്തെ ഒക്കെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുകയുണ്ടായി. ഇത്രയധികം പ്രകോപനങ്ങളുണ്ടായിട്ടും മൗനം ദീക്ഷിക്കുക, ഇനിയെങ്കിലും മൗനം വെടിഞ്ഞ് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ സഭാ നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നീക്കമുണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം നമ്മൾ മൗനത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നതെന്നേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ശബ്ദം ഇവിടുത്തെ ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പോലെയോ മറ്റ് പല വിഭാഗങ്ങൾ ചെയ്യുന്നത് പോലെയോ ആകുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, അത് സാധാരണയായി നമ്മളുടെ ശൈലി അങ്ങനെയല്ല. കാരണം നമ്മളുടെ ആ ശൈലി വരുന്നത് നമ്മളുടെ വിശ്വാസത്തിൽ നിന്നും ബോധ്യങ്ങളിൽ നിന്നുമാണ്. അതുപോലെ ഈ അങ്ങനെയുള്ള അധിക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ വർഷങ്ങൾ നിശബ്ദമായി നോക്കിക്കാണുകയും അത് അവരുടെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ അത് ചില വ്യക്തികളുടെ മാത്രം അഭിപ്രായമാണ് എന്ന നിലയിൽ അതിനെ തള്ളിക്കളയുകയും അവഗണിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പിന്നീട് നമ്മൾക്ക് അതിനെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇത് ഏതാനും വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടല്ല. ഇത് അതിനൊരു സംഘടിത രൂപവും അതിന് ചില രാഷ്ട്രീയ പിൻബലവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ ആണ് നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതേ സംബന്ധിച്ച് പറയുകയും എഴുതുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സഭയുടെ ഔദ്യോഗിക നിലപാട് എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ KCBC ഒരു നിലപാട് എടുക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കണ്ട. നമ്മളുടെ പ്രാദേശികമായി എടുക്കുന്ന ഒരു നിലപാട്, ഒരു വൈദികൻ എടുക്കുന്ന ഒരു നിലപാട് സഭയുടെ ഒരു നിലപാടാണ്. അതിന് ചിലപ്പോൾ സഭയുടെ മൊത്തത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം ഉണ്ടാകണം എന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരേ സമാനമായിട്ടുള്ള വിഷയങ്ങൾ പലയിടങ്ങളിൽ ഉണ്ടാവുകയും പലര് അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മെത്രാന്മാരും മെത്രാൻ സംഘവും ഒക്കെ ആ വിഷയം കുറെ കൂടി ഗൗരവമായിട്ട് പഠിക്കും, കുറെ കൂടി ഗൗരവമായിട്ട് അതിനെ കാണും. പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ഈ നാട്ടിലെ നിയമങ്ങൾ ഈ വഴിക്ക് ചിന്തിക്കണം, ഗൗരവമായിട്ട് എടുക്കണം. രാഷ്ട്രീയ നേതാക്കൾ ഇത് ഗൗരവമായിട്ട് പരിഗണിക്കണം. നിയമ സംവിധാനങ്ങൾ ഇതിനെ ഗൗരവമായിട്ട് കാണണം. ഇങ്ങനെയാണ് നമ്മൾ നിലപാടെടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ പല ആവർത്തി ചൂണ്ടിക്കാണിക്കുകയും അത് പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ നിശബ്ദമാണ് എന്ന് വിചാരിക്കരുത്. സഭ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി കാണുകയും പഠിക്കുകയും അതിനോട് നമ്മളുടേതായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഫാദർ ജോൺസൺ തേക്കടയിൽ, ഒരു കൂട്ടര് യേശുവിൻ്റെ ജീവചരിത്രം എടുത്തു വെച്ചുകൊണ്ട് യേശുവിൻ്റെ ജനനം തെറ്റായിരുന്നു, പഴിച്ചുവിട്ടതാണ്, അവൻ കുരിശിൽ മരിച്ചിട്ടില്ല, ഉത്ഥാനം ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളെ അവർ നിഷേധിക്കുന്നു, അവഹേളിക്കുന്നു. എന്നാൽ തങ്ങളുടെ പ്രവാചകനെക്കുറിച്ച് അവരുടെ മതഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചാൽ അപ്പോൾ അത് മതനിന്ദയുമാകുന്നു. ഇതിന് രണ്ടിനെയും നമുക്ക് എങ്ങനെയാണ് കൂട്ടി വായിക്കാൻ പറ്റുന്നത്, ഫാദർ ജോൺസൺ? മതനിന്ദ എന്നല്ല അവർ പറയുന്നത്, പ്രവാചക നിന്ദ എന്നാണ് പറയുന്നത്. അവർക്ക് ഓരോന്നിനും ഓരോ ദൈവനിന്ദ,
പ്രവാചകൻ നിന്ന അതുപോലെ മതം നിന്ന, ഇതൊക്കെ പല തട്ടുകളിലാണ് അവർ കാണുന്നത്. ഇതിൻ്റെ അകത്തുള്ളൊരു അപജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാനിൽ തന്നെ സൂറ അൽ-തരീം അഥവാ 66-12 വളരെ കൃത്യമായിട്ട് പറയുന്നു, അള്ളാഹു മറിയം ബീവിയുടെ ഫർജിൽ ഊതിയിട്ടാണ് ഈസ എന്ന് പറയുന്ന, ആ ഈസായും ബൈബിളിലെ യേശു ക്രിസ്തുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എങ്കിൽ പോലും അങ്ങനെ ഊതിയിട്ടാണ് ഈസ ഉണ്ടായെന്ന് പറയുന്നു. അപ്പൊ ശരിക്കും ഇവിടെ ഈസായുടെ പിതാവ് എന്ന് പറയുന്നത് ഖുറാനികമായിട്ട് ഈസായുടെ, യേശുവിന്റെ അല്ല, ഈസായുടെ പിതാവ് എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അപ്പൊ അവർ തന്നെയാണ് കളിയാക്കുന്നത്, അവരുടെ മതത്തെ അവർ തന്നെയാണ് ചവിട്ടിക്കുഴയ്ക്കുന്നത്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ, മൂന്ന് സൂറകളിൽ 3 കൃത്യമായ അധ്യായങ്ങളില് ഈസായുടെ ജനനത്തെ കുറിച്ച് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മലക്ക് വന്ന് തികഞ്ഞ ആൾ രൂപത്തിൽ വന്നിട്ട് മറിയം ബീവിയിൽ കാര്യം സാധിച്ചു പോയി എന്നുള്ളത് പറയുന്നു. മലക്കുകൾ വന്നിട്ട് കലിമ ഇട്ടുകൊടുത്തിട്ട് ഈസ ഉണ്ടായി എന്ന് പറയുന്നു. മറ്റൊന്ന് അള്ളാഹു ഊതിയിട്ട്, ഫർജിൽ ഊതിയിട്ട് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ വൈരുദ്ധ്യം തന്നെയാണ് അതിനകത്ത്, ആ ഗ്രന്ഥത്തിന്റെ വൈരുദ്ധ്യമാണ്. മാത്രമല്ല വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളനോട്ട് അടിക്കുന്നത് ഏതിനെ ആസ്പദമാക്കിയ? നല്ല നോട്ടിനെ ആസ്പദം അല്ലെ, ഒറിജിനൽ നോട്ടിനെ ആസ്പദം. ഈ ഒറിജിനൽ നോട്ടിന്റെ ഒരു 99% ഒറിജിനാലിറ്റി പോലെ തന്നെ ഈ കള്ളനോട്ടിലുണ്ടെങ്കിലും കള്ളനോട്ട് എപ്പോഴും കള്ളനോട്ട് തന്നെ ആയിരിക്കും. അത് നമ്മൾ ആളുകളോട് പറയണ്ടേ? അത് പറയുമ്പോൾ നമ്മുടെ മേക്കിട്ട് കയറിയിട്ട് എന്താ പ്രയോജനം? അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ എക്സ് മുസ്ലിംസ് ഒക്കെ പറയുന്ന പോലെ തന്നെ, എക്സ് മുസ്ലിംസ് മാത്രമല്ല സാധാരണ ജനങ്ങൾ, ഇസ്ലാമിക ജനങ്ങളിൽ നല്ല പങ്കും പറയുന്നത് പോലെ, ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അതിനകത്തുള്ള എന്താണെന്നുള്ളത് അവർ തന്നെ ഒന്ന് പഠിക്കട്ടെ. അത് പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നും അതിനനുസരിച്ച് ചിന്തിക്കാനും കഴിയുള്ളൂ. ഞാൻ ആ സമൂഹം എന്ന് പറയുമ്പോൾ മൊത്തം മുസ്ലിംസിനെ ഉദ്ദേശിച്ച് അല്ല എന്നുള്ളത് ആരംഭം മുതൽ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറയുന്നത് ഇതിനകത്തെ ഭീകരവാദികളായിട്ട്, തീവ്രവാദികളായിട്ട് നിൽക്കുന്ന SDPI, അതേപോലെ ജമാഅത്തെ ഇസ്ലാമി, ഈ 2 വിഭാഗം മാത്രമേ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഉൾപ്പെട്ടു നിൽക്കുന്നുള്ളൂ. അപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രമെന്ന് പറയുന്നത് മതത്തെയും രാഷ്ട്രീയത്തെയും കൂടെ ഒന്നിച്ചു കൂട്ടിക്കുഴയ്ക്കും. ഉമ്മത്ത് എന്നുള്ളതിന്റെ വിവക്ഷയാണ് രാഷ്ട്രീയമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എടുത്തിരിക്കുന്നത്. ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്താണ് മുസ്ലിം രാഷ്ട്രീയമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി സാഹിബ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടിനെയും കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടി, ശക്തി പ്രകടനം നടത്താൻ വേണ്ടി, സത്യത്തെ തമസ്കരിക്കാൻ വേണ്ടി കേസ് കൊടുക്കുക, അല്ലെങ്കിൽ പൊല്ലാപ്പുണ്ടാക്കുക, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിറങ്ങുക. ഇത് കണ്ടിട്ട് സാധാരണ മുസ്ലിംസ് വിചാരിക്കും ശരിയാണല്ലോ, ഇതെല്ലാം നബിയെ അവഹേളിക്കുന്നതാണല്ലോ, വേദഗ്രന്ഥത്തിനെതിരെയാണ്. അല്ല, ഇവിടെ നമ്മൾ ആരെയും അവഹേളിക്കുന്നില്ല. നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് ചരിത്രപരമായിട്ടൊന്ന് വായിച്ചാൽ മതി. അവർക്ക് സീറത്തുൽ റസൂലിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായിട്ടുള്ള നേച്ചർ കൊടുത്തിരിക്കുന്നത്. വേറെ എവിടെയും നമുക്ക് കിട്ടുകയില്ല സീറത്തുൽ റസൂൽ. കാരണം അതാണ് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ഖുറാന്റെ ക്രോഡീകരണത്തിന് മുമ്പ് തന്നെ ഇബ്നു ഇഷ്ഹാഖ് എഴുതി തുടങ്ങിയതും അത് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന വ്യക്തി എഴുതി തീർത്തതുമായിട്ടുള്ള സീറത്തുൽ റസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആധികാരികമായിട്ടുള്ള ഇസ്ലാമിക പ്രവാചകന്റെ ജീവിതചര്യകളെ കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് സുന്നത്തുൽ ഔൾ ആൻഡ് സുന്നത്തുൽ ഖൗൾ എന്ന് പറയും, രണ്ടും. അതായത് സുന്നത്തുൽ ഔൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സുന്നത്തുൽ ഖൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചതും പ്രവാചകന്റെ ജീവിതചര്യകളും. ഇതെല്ലാം സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്. അത് വായിക്കുമ്പോൾ അറിയാം ഇവിടെ നമ്മൾ പറയുന്ന ഒന്നും തന്നെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടല്ല, അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടാണെന്നുള്ളത്. അപ്പൊ പിന്നെ ഈ വാദങ്ങളെല്ലാം പൊളി. ശ്രീ സന്ദീപ് വചസ്പതി, അവസാനമായിട്ട് അങ്ങയുടെ ഒരു ചോദ്യം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറിങ്ങാട്ട് നടത്തിയ ലവ് നാർക്കോട്ടിക് ജിഹാദിൻ്റെ പരാമർശത്തെ തുടർന്ന് വലിയ കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ആ സമയത്ത് ക്രൈസ്തവ സമുദായത്തിന് പിന്തുണ നൽകിക്കൊണ്ട് BJPയും ഇതര ഹൈന്ദവ സംഘടനകളും രംഗത്ത് വരികയുണ്ടായി. ഇത് വളരെ സന്തോഷകരമായ, ശുഭസൂചകമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാട് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാം ഒരുമിച്ച് സ്നേഹിച്ച് സഹകരിച്ച് ജീവിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് എല്ലാ മത നേതാക്കന്മാരും കൂടെ ഒരുമിച്ച് ചായയൊക്കെ കുടിച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ വാസ്തവത്തിൽ ഉള്ളത്? നമുക്ക് ഒഴിവാക്കേണ്ടതൊക്കെ സ്വയം തിരുത്തി
ഒഴിവാക്കുവാനും അങ്ങനെ ഒരു ഒന്നിച്ച് പരസ്പര സാഹോദര്യത്തോടെ മുന്നോട്ട് പോകാനും വേണ്ട നടപടികൾ എടുക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അതിനെ തുനിഞ്ഞാൽ BJPയുടെ ഭാഗത്തു നിന്ന് വളരെ ശ്രദ്ധേയമായ ഒരു സഹകരണം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കാൻ തന്നെ BJP തയ്യാറാണ്. അങ്ങനെ ആരെങ്കിലും സഹകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതിന് മുൻകൈ എടുത്ത് വിവിധ വിഭാഗങ്ങളെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ചർച്ച ചെയ്യാൻ BJP എന്നും തയ്യാറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ വിഭാഗങ്ങളിൽ ആരെങ്കിലും തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മുമ്പ് ഇവിടെ ഫാദർ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ മുസ്ലിങ്ങളും ഒന്നും തീവ്രവാദികളൊന്നും അല്ല. പക്ഷേ തീവ്രവാദികളായിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളും ഉണ്ട്. തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ ഈ തീവ്രവാദികളായിട്ടുള്ള അതിൽ തന്നെ ന്യൂനപക്ഷത്തിൽ വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ തള്ളിപ്പറയാൻ എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം തയ്യാറാകാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് വലിയൊരു നമ്മൾ ഇന്ന് കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥയിൽ നാം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പൊ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ തീവ്രവാദി ആയാൽ അവർക്ക് മതത്തിന്റെ പിന്തുണ കിട്ടില്ല. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം അല്ലെ അവിടുത്തെ പണ്ഡിതന്മാര് എന്ന് അവകാശപ്പെടുന്നവർ, അവരുടെ രാഷ്ട്രീയ നേതൃത്വങ്ങള് എന്തുകൊണ്ടാണ് അവരിൽ തന്നെ ന്യൂനപക്ഷമായ മുഴുവൻ സമൂഹത്തിനും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഈ തീവ്രവാദികളായി ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആൾക്കാരെ തള്ളിപ്പറയാത്തത്? അത് എന്ന് സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു ചർച്ചയ്ക്ക് പോലുമുള്ള അന്തരീക്ഷം ഉണ്ടാകുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഒരു ചർച്ച നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുമ്പ് പറഞ്ഞ എക്സ് മുസ്ലിംസ് പോലെയുള്ള അതിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാരുടെയൊക്കെ കൂട്ടായ്മകളുണ്ട്. എങ്കിൽ പോലും ഈ പൊതുസമൂഹത്തിന്, ഇസ്ലാം പൊതുസമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ മത നേതാക്കന്മാര് അവരാണ് ഇതിനെപ്പറ്റി ഒരു പുനർവിചിന്തനം നടത്തേണ്ടത്. നമുക്ക് മറ്റുള്ളവരുമായി രമ്യതയിൽ പോകേണ്ടതല്ലേ? കേരളത്തിന്റെ പൊതുരംഗം ഇത്തരത്തിൽ കാലുഷ്യമാക്കാൻ പാടുന്നുണ്ടോ? സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് ഒരു അയവ് വരണമെന്ന് ചിന്തിക്കേണ്ടത് പൊതുസമൂഹമാണ്. അവര് ഈ മത തീവ്രവാദികളെ തള്ളിപ്പറയാൻ തയ്യാറായാൽ തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഈ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് ഒരു അയവ് വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും ചെറിയ ചുവടുവയ്പ്പെങ്കിലും ഉണ്ടായാൽ അതിന് പൂർണ്ണ പിന്തുണ നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറുമാണ്. വളരെ നന്ദി ശ്രീ സന്ദീപ് വചസ്പതി. നമ്മുടെ കേരളം ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് മുൻപോട്ട് പോകണമെന്നുള്ളത് ഈ നാടിനെ സ്നേഹിക്കുന്ന, ദൈവസ്നേഹമുള്ള, മനുഷ്യസ്നേഹമുള്ള ഏതൊരു വ്യക്തികളുടെയും ആഗ്രഹവും പ്രതീക്ഷയുമാണ്. വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ദൈവത്തിൻ്റെ പേരിലാണ് മനുഷ്യർ തമ്മിലടിച്ച് കലഹിക്കുന്നത്. ഇത് കണ്ട് ദൈവം കരയുകയാണെന്നുള്ള ആ സത്യമെങ്കിലും ഇവരൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണുനീരപ്പാൻ ആർക്കാണ് സാധിക്കുക? ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, ഫാദർ ജോൺസൺ തേക്കടയിൽ, ശ്രീ സന്ദീപ് വചസ്പതി, 3 പേർക്കും നന്ദി.